السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, ബഹുമാന്യരായ, എത്ര കണ്ടാലും മതിവരാത്ത, എത്ര സംസാരിച്ചാലും കൊതി തീരാത്ത, ഇവിടെ വരുമ്പോഴൊക്കെ സന്തോഷം മാത്രം പകർന്നു തന്നിട്ടുള്ള ഈ പള്ളിയുടെ വെളിച്ചമായ ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങളുടെ കമനീയമായ നേതൃത്വമായ ഉസ്താദ് അവറുകളെ, വളരെ സുദീർഘമായി പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. പള്ളി പുനർനിർമ്മാണം എന്നത് യഥാർത്ഥത്തിൽ ഒരു പള്ളി നിർമ്മാണം അത് ആദ്യമായി നിർമ്മിക്കുന്നതിനേക്കാൾ ശ്രമകരമായ പണിയാണ്. നിലവിലുള്ള ഒരു പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുകയും വിശാലത കൂട്ടുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായി ഒരു പുതിയ പള്ളി നിർമ്മാണത്തിനേക്കാൾ വലിയ ബാധ്യതയും വലിയ പ്രശ്ന സങ്കീർണവുമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതിവിടെ വളരെ കമനീയമായി പൂർത്തിയാക്കിയ, അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതായ സത്യവിശ്വാസികളായ നേതാക്കന്മാരുടെ നല്ലൊരു നിര തന്നെ നമ്മളിപ്പോൾ ഇവിടെ കാണുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അതിനുവേണ്ടി ചെലവഴിച്ച ദേഹം കൊണ്ടും ധനം കൊണ്ടും അവർ അതിനുവേണ്ടി വിനിയോഗിച്ചതായിരിക്കുന്ന ശ്രമങ്ങളെ അല്ലാഹു ഉത്തമ പ്രതിഫലമുള്ള സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അല്ലാഹു തആല അതിൻ്റെ ബറക്കത്ത് നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനങ്ങൾ ചെയ്താൽ ലംഘിക്കുന്നവനല്ല. വാഗ്ദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു ചെയ്യുന്ന വാഗ്ദാനങ്ങളെ അല്ലാഹു തആല ലംഘിക്കുകയില്ല. ഇക്കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ, ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ അത് മിൻ ദക്കരിൻ ഔ ഉൻസാ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഒരു സ്വാലിഹായ കാര്യം, ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ ലിംഗവ്യത്യാസം അതിലില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വഹുവ മുഅ്മിൻ, അത് ഈമാനുള്ളവരായിരിക്കണം. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, വിശ്വസിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച കാര്യങ്ങളിൽ
അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഒരു സ്വാലിഹിനെ അത് എത്ര ചെറുതോ വലുതോ എന്ന് വ്യത്യാസമില്ല, എത്ര ചെറിയതോ വലുതോ ആവട്ടെ, ഒരു സ്വാലിഹായിരിക്കുന്ന കാര്യം അല്ലാഹു തആല ഒരാളിൽ നിന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ ലിംഗവ്യത്യാസമില്ല. ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബാ, ആ വ്യക്തിക്ക് അല്ലാഹു തആല പറയുന്നു, ഞാൻ ഹയാത്തൻ ത്വയ്യിബാ, ഈ ലോകത്തെ ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നു, ഐ ഫി ദുനിയാ, ദുന്യവിയായ ജീവിതത്തിൽ തന്നെ ആ വ്യക്തിക്ക്, അതായത് ഇന്ന് അമല് ചെയ്തോ കൂലിയൊക്കെ ഞാൻ പിന്നീട് തരാം എന്ന് പറയുന്ന അത്ര പിശുക്കനോ അല്ലെങ്കിൽ ദരിദ്രനോ അല്ല അല്ലാഹ്. ഇന്ന് കൂലി എടുത്തോ നാളെ തരണ്ട് കൂലി എന്ന് പറയുന്ന സമീപനമല്ല. അതൊക്കെ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ പണമില്ലാത്തവരുടെ അതല്ലെങ്കിൽ ദരിദ്രന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല, ഇന്ന് തന്നെ കൊടുക്കും. ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബാ, ത്വയ്യിബത്തായ പ്രതിഫലം അവന്റെ ഈ ജീവിതത്തിൽ തന്നെ കൊടുക്കും. ഏറ്റവും മുന്തിയതായിരിക്കുന്ന പ്രതിഫലം ഈ ലോകത്ത് തന്നെ കൊടുക്കുമെന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പരാമർശിക്കുന്നു. ത്വയ്യിബത്തായ ജീവിതം കൊടുക്കുന്നതാണ്. ആ ത്വയ്യിബത്തായ ജീവിതം, വിശുദ്ധമായിരിക്കുന്ന ജീവിതം, പ്രതിഫല സമ്പന്നമായ ജീവിതം അല്ലാഹു തആല കൊടുക്കുന്ന വിഭാഗത്തിലാണ് ഈ സ്വാലിഹായിരിക്കുന്ന അമലുകൾ. ഈ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചതായിരിക്കുന്ന എത്ര ചെറുതോ അല്ലെങ്കിൽ വലുതോ ആവട്ടെ, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗഭാഗമായിട്ടുള്ളതായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് ഞാൻ വാഗ്ദാനം ചെയ്യുകയല്ല, ഇവിടുത്തെ കമ്മിറ്റികൾ വാഗ്ദാനം ചെയ്യുകയല്ല, ഈ സ്റ്റേജിലിരിക്കുന്ന മഹത്തുക്കൾ വാഗ്ദാനം ചെയ്യുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവരൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിൻ്റെ പ്രതിഫലം അവർ മനസ്സിൽ ആവോളം ആസ്വദിച്ച് സമ്പന്നമായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ. അല്ലാഹു വാഗ്ദാനം ചെയ്യുകയായി. ഇവിടെ ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ സ്വാലിഹായിരിക്കുന്ന അമലിൽ ഭാഗവാക്കായിരിക്കുന്ന ആളുകൾ സമ്പന്നരാണ് എങ്കിൽ അവർക്ക് ശിഷ്ടജീവിതത്തിലും സ്വാഭാവികമായ സന്തുഷ്ട ജീവിതം ഉറപ്പാണല്ലോ. എന്നാൽ ദരിദ്രരായിരിക്കുന്ന ഇനി അങ്ങോട്ട് ജീവിക്കാൻ പ്രത്യേകിച്ച് തൻ്റെ കൈവശമൊന്നുമില്ലാത്ത, അതിൽ മുമ്പോട്ട് നോക്കിയാൽ ഇരുട്ട് തോന്നുന്നതായിരിക്കുന്ന ദരിദ്രന്മാരാരെങ്കിലും ഇതിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖനാഅത്ത് എന്ന് പറയുന്നതായ മഹത്തായിരിക്കുന്ന മനോഭാവം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളതായ ഒരു മനോഭാവം, എല്ലാ സമ്പത്തും അതിൻ്റെ താഴെയാ. എത്ര കോടാനുകോടി സമ്പന്നനാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല കൊടുത്താൽ അതിൻ്റെ താഴെയാ എല്ലാവരും. സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് തന്നെ, എക്കണോമിക്സ് പറയുന്നത് തന്നെ, 1 കോടി രൂപ ഒരു ദിവസം ഒരാൾക്ക് വരുമാനമുണ്ടെന്ന് ഊഹിച്ചോളൂ. 1 കോടി രൂപയുടെ വരുമാനമുള്ളതാണ് ഒരു സമ്പന്നൻ. 1 കോടി അല്ലെങ്കിൽ 100 കോടി തന്നെ കൂട്ടിക്കോ. അതേ സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് 1 രൂപയുടെ വരുമാനമേ ഉള്ളൂ. പക്ഷേ ഈ 1 കോടി രൂപ വരുമാനമുള്ളതായ ദിനേന 1 കോടി രൂപ വരുമാനമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് 1 രൂപ ദിവസേന ചെലവുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. അയാളെ കമ്പനികൾ നടത്തിക്കൊണ്ടുപോകാൻ, അയാളെ തൊഴിലാളികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അയാളുടെ മറ്റ് മെയിൻ്റനൻസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ദിവസവും 1 കോടി 1 രൂപയുടെ ചെലവ് അദ്ദേഹത്തിനുണ്ട് എന്ന് വന്നാൽ അദ്ദേഹം നിത്യദരിദ്രനാണ്. കാരണം ഓരോ ദിവസവും അദ്ദേഹം 1 രൂപ കടം വാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് മുതലാളിയാവട്ടെ, കമ്പനി മുതലാളിയാവട്ടെ, ആരോ ആവട്ടെ, മെയിൻ്റനൻസ് ചെലവുകൾ വരവിനേക്കാൾ ഒരു അല്പം കൂടുതലുണ്ടെങ്കിൽ അയാൾ നിത്യദരിദ്രനാണ്. അതേസമയം 1 രൂപ മാത്രം വരുമാനമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 90 പൈസ മാത്രമേ ഒരു ദിവസം ചെലവുള്ളൂ. 10 പൈസ ദിവസേന മിച്ചമാ. 10 പൈസ ദിവസേന മിച്ചമാ. അദ്ദേഹത്തിന് ഫുഡ് ഫ്രീയാ, അദ്ദേഹത്തിന് അക്കോമഡേഷൻ ഫ്രീയാ, അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടേജ് ഫ്രീയാ, TA ഇല്ല, ഒന്നും വേണ്ട. 1 രൂപയാ വരുമാനം, ഒരു ചെലവും അതിൽ നിന്നില്ല. അദ്ദേഹത്തിന് വേണ്ട സർവ്വ ചെലവുകളും അത് വഹിക്കുവാൻ വേറെ ആളുകളുണ്ട്.
അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം 1 രൂപയാണെങ്കിൽ ആ 1 രൂപയിൽ യാതൊരു ചെലവുമില്ല എന്ന് വന്നാൽ അദ്ദേഹം നിത്യസമ്പന്നനാണ്, നിത്യഗോനിയാണ് അദ്ദേഹം. ആ നിലയിലേക്കാണ് എക്കണോമിക്സ് പോകുന്നത്. ആലോചിക്കണം നിങ്ങൾ. ഇതാണ് ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു. ഈ ചെറിയ സ്വാലിഹായിരിക്കുന്ന അമലുകൾ സമർപ്പിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബത്തായ ജീവിതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിന് 2 മുഖമാണ്, മുഖമാണ് അതിനുള്ളത്. ഒന്ന്, സമ്പന്നനായിരിക്കുന്ന ആളാണിത് ചെയ്യുന്നതെങ്കിൽ അവനെ അല്ലാഹു തആല ശിഷ്ടജീവിതം സന്തുഷ്ടമാക്കി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അത് വളരെ വ്യക്തമാണ്. അതേസമയം അത് ദരിദ്രനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ മനോഭാവത്തിലേക്ക് മാറ്റും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഖനാഅത്ത് എന്ന് പറയുന്ന ജീവിതം അല്ലാഹു തആല നൽകി കഴിഞ്ഞാൽ അവൻ നിത്യസന്തോഷവാനാണ്. ഒരു പ്രയാസവും അയാളുടെ മുന്നിലില്ല, ഒരു പ്രശ്നവും അദ്ദേഹത്തിന്റെ മുന്നിലില്ല. എല്ലാം അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോവുകയാ, താനൊന്നും അറിയേണ്ടതില്ല. തൻ്റെ എല്ലാ കാര്യങ്ങളും താൻ അറിയാതെ തന്നെ അങ്ങ് നടന്നു പോകുന്ന തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിലേക്ക് അവരെത്തിക്കും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്നാൽ ഇതുകൊണ്ട് അവസാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വലനജ്സിയന്നഹും, ഞാൻ അവർക്ക് പ്രതിഫലവും നൽകും. അത് പരലോകത്തുള്ള പ്രതിഫലത്തിനൊരു കുഴപ്പവും ഈ ദുന്യവിയായ ജീവിതത്തിൽ കിട്ടിയതുകൊണ്ട് വരാൻ പോകുന്നില്ല. അതും ആസ്വാദനമാണ്. വലനജ്സിയന്നഹും, അവർക്ക് നാം പ്രതിഫലം നൽകും. അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അജ്റഹും, അവർക്കുള്ള കൂലിയെ, അവർക്ക് എത്രയാണോ ഇതിന് പ്രതിഫലം കൊടുക്കേണ്ടതെങ്കിൽ അത് അല്ലാഹു എനിക്കറിയാം. അവരുടെ മനസ്സിന്റെ വിശുദ്ധിയുടെ തോതാണ് അതിന്റെ സ്കെയിൽ. അവർക്ക് നൽകേണ്ട പ്രതിഫലത്തിന്റെ സ്കെയിൽ അവരത് കൊടുക്കുമ്പോഴുണ്ടായ മനസ്സിന്റെ ഒരു വിശുദ്ധിയുണ്ട്. ഞാനല്ലാതെ ഇതിനാരാണ് കൊടുക്കാനുള്ളത്? ഞാനല്ലാതെ ഇതിനാരാണ് മുന്നോട്ട് വരാനുള്ളത്? ഞാൻ എൻ്റെ ദാരിദ്ര്യം, എൻ്റെ വിഷമം പറഞ്ഞിരുന്നാൽ മതിയോ? ഞാനല്ലേ ഇതിന് മുന്നോട്ട് വരേണ്ടത് എന്ന ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തോടു കൂടി കാര്യത്തിലേക്ക് മുന്നോട്ട് വന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. കുടുങ്ങിയിട്ട് ഇനി എങ്ങനെ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ചെല്ലുക, എങ്ങനെ അവരുടെ മുന്നിലേക്ക് എത്തുക? എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒട്ടും മനസ്സുണ്ടായിട്ടല്ല, എന്നാലും കൊടുക്കുന്നവരും കാണും. പക്ഷെ ഇതൊക്കെ അല്ലാഹു തആല കാണും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഖാല റസൂലുള്ളാഹി, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണയിട്ടുകൊണ്ട് പറഞ്ഞു, വളരെ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം നിങ്ങളുടെ ദേഹത്തിന്റെ ലാവണ്യങ്ങളിലേക്കല്ല, നിങ്ങളുടെ ശരീര ഭംഗിയിലേക്കല്ല, അതിൻ്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്കല്ല. അത് എത്ര ആകാര സൗഷ്ഠവമുള്ളതായാലും, എത്ര ഭംഗിയുള്ളതായാലും, എത്ര ലാവണ്യമുള്ളതായിരുന്നാലും അള്ളാഹുവിൻ്റെ നോട്ടം അതിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഓരോ നന്മയും നിങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ വിശുദ്ധി, നിങ്ങളുടെ മനസ്സിന്റെ വിശുദ്ധി എവിടെയാണ് നിൽക്കുന്നത്? അത് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണോ? അവിടത്തേക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ നോട്ടം. അത്തഖ്വാ ഹാഹുനാ, ഇവിടുന്നാണ് തഖ്വ വരേണ്ടത്. വഅശാറ ഇലാ സുദ്രിഹി സലാസ ഖാല റസൂലുള്ളാഹി, 3 തവണ ആവർത്തിച്ചുകൊണ്ട് സ്വന്തം ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടുന്നാണ് തഖ്വ വരേണ്ടത്. പ്രകടനമല്ല തഖ്വ, പ്രകടനപരതയല്ല തഖ്വ. അത് ദുനിയാവിലെ നടക്കൂ. അവിടത്തേക്ക് വരുമ്പോൾ അത് നോക്കിയിട്ട് ആ സ്കെയില് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. ഒരുപക്ഷേ ഇവിടെ ലക്ഷങ്ങൾ ചെലവഴിച്ച ആളുകളേക്കാൾ ഉന്നതമായ പ്രതിഫലം ഇവിടെ അതിനേക്കാൾ താഴെയുള്ള തുകകൾ നൽകിയവർക്ക് കിട്ടിയേക്കാം. അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ അസൂയപ്പെടരുത്. അല്ലാഹു തആല മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കും. ഒരു പക്ഷേ വലിയ തുക ചെലവാക്കിയ ആളുകളുടെ ആ വിശുദ്ധി നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹു എനിക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആ സ്കെയില് വെച്ചുകൊണ്ട് അളന്നതിൻ്റെ ശേഷം അതിന് മഹത്തായിരിക്കുന്ന, അതിൻ്റെ അർഹതപ്പെട്ടതായ തോത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്ന വാഗ്ദാനവും ചെയ്യുന്നു. ഞാനീ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, 3 വർഷക്കാലമായിട്ട് ഞാനും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാ, പല അവസരങ്ങളിലും ഇതിൻ്റെ അല്പാൽപമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആ
ശുദ്ധഹൃദയസ്ഥരായിരിക്കുന്ന സഹോദരന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നുണ്ടാകുന്ന ഓരോരോ മുന്നേറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി 3-4 വർഷങ്ങളായിട്ട് വിശ്രമമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ, സങ്കടമില്ലാതെ, ഇവിടെ വരുമ്പോഴൊന്നും അതിൻ്റെ കാര്യത്തെപ്പറ്റിയൊരു സങ്കടവും അവർ പറഞ്ഞു കേട്ടിട്ടില്ല. അത് അത്ര കടമുണ്ടെന്നോ ഇത്ര കടമുണ്ടെന്നോ ഇന്നത് വേണമെന്നല്ലോ അതിന് കാശില്ലല്ലോ എന്നൊരു സങ്കടവും അവരാരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുമില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഈ അവസ്ഥയിലേക്ക്, അതിമനോഹരമായിരിക്കുന്ന ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ആര് വന്ന് കണ്ടാലും അഞ്ചിപ്പോകുന്നതായിരിക്കുന്ന, കണ്ണഞ്ചിപ്പോകുന്നതായ മനോഹരമായിരിക്കുന്ന ഈ കാഴ്ചയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന മഹാന്മാര്, അവരാണ് മഹത്തുക്കൾ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സ്ത്രീകൾ കാണും, അതിൽ പുരുഷന്മാർ കാണും. ആരെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഐഹിക ജീവിതം വിശുദ്ധവും സന്തുഷ്ടവുമാക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതവർക്ക് നൽകുന്നത് കണ്ടുകൊണ്ട് കണ്ണുകുളിർമയാകുവാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞല്ലോ പള്ളി, ഒരു പള്ളിയുടെ നിർമ്മാണം എന്നല്ല, മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നല്ല. അല്ലാഹു തആല ഒരു പള്ളി ഉണ്ടാക്കിയ ആളുകൾക്ക് കൊടുക്കേണ്ടത് ഒരു പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ച ആളുകൾക്കല്ല കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ പള്ളിയുടെ നിർമ്മാണത്തിൽ സംബന്ധിച്ചിട്ടുള്ള ചെറുതും വലുതുമായിരിക്കുന്ന സഹകരണങ്ങൾ, ആ സഹകരണങ്ങൾ നൽകിയവർക്കെല്ലാം തന്നെയും ഓരോരോ ഭവനങ്ങൾ സ്വർഗത്തിൽ പണിയുമെന്നാണ് വാഗ്ദാനം. അല്ലാതെ വലിയൊരു മണിമന്ദിരം സ്വർഗത്തിൽ പണിതുകൊണ്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഭാഗവാക്കായിരിക്കുന്നവരെല്ലാവരെയും അതിൽ ഭാഗവാക്കുകളാക്കുമെന്നല്ല. അതിൽ ഭാഗവാക്കുകൾക്കായവർക്കെല്ലാവർക്കും പ്രത്യേകം 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 അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ ഭവനങ്ങൾ നൽകുന്നതാണ്. ഈ സംഭവമാണ്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈമാനുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമുക്കൊരു ബാധ്യതയാണ് ഇതെന്ന് കൂടി നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ചെറിയ നിഅമത്തല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ വയർഫഉ ബിഹിദ് ദറജാത്ത് ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹി കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി വന്തിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ ഖാല റസൂലുള്ളാഹി. മുത്തഫഖ് അലൈഹി ആയിരിക്കുന്ന വചനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ മുന്നിലെത്തിയിട്ട് ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ മാ യൻഹുല്ലാഹു ബിഹിൽ ഖതായാ, മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പാപങ്ങളെ, കൈകൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ, നാവ് കൊണ്ടുണ്ടാകുന്നതായ പാപങ്ങൾ, ചെവികൾ ഉണ്ടാകുന്ന പാപങ്ങൾ, ഇന്നത് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. ഇന്ന് സദാസമയവും മനുഷ്യന്റെ കണ്ണായാലും മനുഷ്യന്റെ കൈയായാലും മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങളായാലും ഈ ഒരു ഒറ്റ സാധനത്തിൽ അങ്ങ് എൻഗേജ്മെന്റ് ആയിരിക്കുകയാ. ട്രെയിനിൽ കയറിയാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കൂല, കാരണം അവന്റെ കണ്ണുതിൽ പതിഞ്ഞിരിക്കുകയാ, ചെവി ഇതിൽ അടച്ചു വച്ചിരിക്കുകയാ, അവന്റെ കൈകളെ കൊണ്ട് അതിൽ ഇരിക്കുകയാ. ഒരു അവയവത്തിനും ഒഴിവില്ല. എന്താണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ്. മുഴുവൻ എൻഗേജ്മെന്റുകളാണ്. എത്ര നന്മയുടെ എൻഗേജ്മെന്റ് അതിലുണ്ടെന്നുള്ളത് പരിശോധിക്കണ്ടേ? പരിശോധിക്കുക വേണ്ടി വരൂലേ? എത്ര നന്മയാണ് അതുകൊണ്ട് ഇത് ഒരുപാട് നന്മകൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ചെറുതല്ല. ഒരുപാട് നന്മകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ഇതിൽ ഹത്തങ്ങൾ ഓതുന്ന ആളുകളുണ്ട്. നിരന്തരമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി ഉടനീളം ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. നന്മയല്ലേ അവരതുകൊണ്ട് നേടുന്നത്? അതേസമയം തന്നെ ഇതുകൊണ്ട് മുഴുക്ക തിന്മയായിട്ടുള്ള ഒരു ശതമാനത്തിന്റെ എത്രയെങ്കിലും ഭാഗം പോലും നന്മയായിട്ടുള്ളതില്ലാത്തതായ ഉപയോഗം ഇതുകൊണ്ടുണ്ട്. ഇങ്ങനെ പാപങ്ങൾ ഉള്ളത് പുറത്തു കളയുന്നതായ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. എങ്ങനെയാണ് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവൻ മോചിതനാവുക, എങ്ങനെയാണ് അവൻ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനൊരു വിദ്യയുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ അവരത് സാഗൂതം ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. ഒരു അധ്യാപകന്റെ ഏറ്റവും മികച്ച ഫോർമുലയാണ്, ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ മേഖലയിലും എല്ലാ സംസാരത്തിലും നബി തിരുമേനി പ്രകടിപ്പിക്കാറുള്ളത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഒരു ഒന്നാം തരം അധ്യാപകനാണ്.
അധ്യാപനത്തിൻ്റെ സർവ്വ മേഖലകളും അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പറയാനിരിക്കുന്ന കാര്യങ്ങളെ വിദ്യാർത്ഥികൾ സാഗൂതം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, ഒരംശവും വിട്ടുപോകാതെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകൻ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചില പ്രത്യേകമായിരിക്കുന്ന ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കും. ഞാനൊക്കെ അതിൽപ്പെട്ടത്, ഞങ്ങളൊക്കെ അധ്യാപകരാണല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഭയങ്കരമായ ഒരു കാര്യമാണ്, അതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ വേണം എന്നതിനു വേണ്ടിയാണ് തുടക്കം. പാപമോചനത്തിന് ഉപകാരപ്പെടുന്നതായ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സഹാബാക്കൾ എല്ലാവരും വളരെ സാഗൂതം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസ്തരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ബോധിപ്പിക്കുകയാണ്, ദീർഘമായ നീരിൽ ഒളു കൊടുക്കുക. ദീർഘമായ ഒളു എന്താ? ദീർഘമായ ഒളു നമ്മളൊക്കെ ഒളു കൊടുക്കുന്നവരല്ലേ? ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി, താല്പര്യമില്ല, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എന്നാലും ഒളു കൊടുക്കുന്നിടത്ത് ഒരു കുറവും വരുത്താതിരിക്കുക. എന്താ ഒളു കൊടുക്കുന്നിടത്ത് കുറവ്? ആരാണ് അതിന് കുറവില്ലാത്ത ഒളു എടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവൂ. ഇന്ന് ആരുടെ അടുത്താണ് ഈ കുറവില്ലാത്ത ഒളു ഉള്ളത്, ന്യൂനതയില്ലാത്ത ഒരു ഒളു? പണ്ട് ഞങ്ങളൊക്കെ മലയാളം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ലക്ഷം മാനുഷർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ, മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിൽ എന്നിങ്ങനെ ഒരു പാട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മലയാള കവിക്ക് അങ്ങനെ ഉണ്ട് ഒരു കവിത, ഓട്ടം തുള്ളൽ എന്ന് അതിന് പറയാം. ലക്ഷം മാനുഷർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. 1,00,000 ആളുകൾ കൂടിയാൽ ഒന്നോ രണ്ടോ ഉണ്ടാവും അതിൽ പൂർണ്ണമായ ഒരു മനുഷ്യത്വമുള്ളത് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെക്കുകയാ. ഞാനിപ്പോൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ 1,00,000 സത്യവിശ്വാസികൾ ഒതുകൊടുത്ത് കയറിയാൽ അതിൽ ഒന്നോ രണ്ടോ തന്നെ മുഴുവൻ പൂർണ്ണമായും ഒതുകൊടുത്തവരുണ്ടോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒതുവിന്റെ സ്ഥിതി. അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി, കൈ കക്ഷം വരെ കഴുകുക. 2 കൈകളും കക്ഷം വരെ കഴുകുന്നതിനാണ് പൂർണ്ണമായ കൈ കഴുകൽ എന്ന് പറയുന്നത്. 2 കാലുകളും കാൽ മുട്ട് വരെ കഴുകുന്നതിനാണ് പൂർണ്ണമായ കാല് കഴുകൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുഖം, തല മുഴുവനായിട്ട് തടവുമ്പോഴാണ് പൂർണ്ണമായ തല തടവലായി മാറുന്നത്. ഈ തരത്തിൽ പൂർണ്ണമായ രീതിയിൽ ഒളു കൊടുക്കുക. ഇതിന് പല മക്കാരിഹുകളും ഉണ്ടാകും. ഒരു പക്ഷേ തണുപ്പ് കാലമായിരിക്കും, കാലിൽ മറ്റൊക്കെ വിള്ളലുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവൻ്റെ വസ്ത്രങ്ങൾ ഒരു പക്ഷേ അഴിച്ചു മാറ്റി വെച്ചിട്ട് കൊണ്ടുവേണ്ടി വരും ഇങ്ങനെ ഒളു കൊടുക്കുവാൻ. ഇടുങ്ങിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ആ ഒളുവിന് പറ്റില്ല. അങ്ങനെ ഒരുപാട് മക്കാരിഹുകൾ ഉണ്ടായിരിക്കും. ഈ മക്കാരിഹുകളെ എല്ലാം തന്നെയും തരണം ചെയ്തുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒളു കൊടുക്കാൻ തയ്യാറാകുമോ? മതി. അമല് നിങ്ങൾക്ക് വേണ്ട, അധികം വേണ്ട. ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി, നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഒളു കൊടുക്കേണ്ടത് ഒളു പൂർണ്ണമായിട്ടും എടുക്കണം. ഒളു പൂർണ്ണമായും എടുക്കണം. ഇന്ന ഉമ്മത്തി യുദ്ഉന യൗമൽ ഖിയാമത്തി ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. കണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു, എൻ്റെ സമുദായത്തിന് സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് വുളുവിന്റെ വെള്ളം സ്പർശിച്ചതിന്റെ പേരിൽ കൈകാലുകളിലും മുഖത്തും പ്രത്യേകമായിരിക്കുന്ന ആദരവിന്റെ അടയാളങ്ങളുള്ളവരെ വരൂ. വുളുവിന്റെ വെള്ളം സ്പർശിച്ചിടത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആദരവ് അവർക്ക് കൊടുക്കുകയാണ്. ആ ആദരവിന്റെ അടയാളങ്ങൾ നോക്കിയിട്ടാണ് മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവന്റെ കൈകാലുകൾ നീട്ടിക്കഴുകുവാനും സാധിക്കുന്നവരങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അപ്പൊ മുഖം നീട്ടിക്കഴുകുക ഫറലായിരിക്കുന്ന ഭാഗമല്ല. എല്ലാ ഒരു സത്യവിശ്വാസിയുടെയും എല്ലാ അമലുകളിലും ഏറ്റവും കൂടുതലുള്ളത് സുന്നത്തുകളാണ്. ഫർളുകൾ വളരെ മാത്രമേ ഒരു സത്യവിശ്വാസിക്ക് ഒരു ദിവസം ചെയ്യാനുള്ളൂ. രാവിലായാലും പകലിലായാലും സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ നിർബന്ധം വിടുവാൻ വളരെ കുറഞ്ഞതേ ചെയ്യാനുള്ളൂ. ബാക്കി അദ്ദേഹം ചെയ്യുന്നത് മുഴുവനും സുന്നത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഉളുവിനും സുന്നത്തുകളാണ്. എത്ര സുന്നത്തുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്.
ഉസ്താദിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ സമയം ഒന്ന് ഇരുന്നിട്ട് ഉസ്താദ് എനിക്ക് ആ ഒതുവിൻ്റെ ആ വണ്ടൂർ ഉസ്താദ് പറഞ്ഞതായി എനിക്കിപ്പോൾ പല പേരാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കേട്ടത്. ഒരാളോടും വിരോധമൊന്നുമില്ല. തങ്ങളൊരു പേര് വിളിച്ചു, അപ്പുറത്ത് അനൗൺസ് ചെയ്യുന്ന ആളൊരു പേര് വിളിച്ചു. ഞാനിങ്ങനെ ആലോചിക്കാം, എൻ്റെ ഒരു ഭാഗ്യം, ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ഇത്? ഈ വേദിയിൽ ഞാൻ വന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലത്തറയുന്ന അപ്പം നിങ്ങളെ വിചാരം. ഇത് ഈ രണ്ട് വരവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവം പറഞ്ഞാൽ ഏറ്റവും മനസ്സിന് സന്തോഷം നിറഞ്ഞ വരവാ. ഇന്നത്തെ വരവും ഇതിൻ്റെ മുമ്പ് 4 വർഷം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് വരികയുണ്ടായി. എൻ്റെ നേതാവ്, ആത്മീയ നേതാവ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തിന് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വർഗീയ പദവികളെ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. പെട്ടെന്ന് എനിക്കൊരു രാത്രി ഒരു ഫോണ്, എന്താ ഇയമ്മേ നിങ്ങളൊന്ന് പാനമംഗളൂരിൽ പോകണം. അല്ല, എന്നെ അവിടെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ഉസ്താദിനെ ഒരു ആദരിക്കലാണ്, അതിന് എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് ശാരീരികമായി ഇത്തിരി അവശതയിലാണ്. ഞാൻ പിന്നെ അത്ര അത്യാവശ്യമുള്ളൊരു രംഗത്തെ എന്നോട് പറയുന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. എപ്പോൾ വേണമെങ്കിലും പോവാം, അവരോട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ. ഇതുപോലെ തന്നെയാണ് ഇന്നലെയും. ഇനി ഞാൻ മഹാനായ നമ്മുടെ ഉസ്താദ് മൗലാന നജീബ് ഉസ്താദിനെ ഒരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം കണ്ടപാടിനെ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പാനമംഗളൂരിൽ പോകണം. എന്തിനാന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം ചോദിക്കേണ്ട കാര്യമല്ല. പോകണം എന്ന് പറഞ്ഞാൽ പോകണം എന്നല്ലേ എന്നോട് പറയുന്നത്, പോകുമെന്നല്ലല്ലോ. നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നല്ലല്ലോ, നിങ്ങൾ പോകണം എന്നാണ് പറയുന്നത്. അത് ഞങ്ങളോടൊക്കെ അങ്ങനെ പറയാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഉടനെ തന്നെ സമ്മതിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം അവരുടെയൊക്കെ മനസ്സിലുള്ളതായിരിക്കുന്ന ആ നേതാക്കന്മാരുടെയൊക്കെ മനസ്സിൽ ഞങ്ങളെ പോലത്തെ ഈ പാവപ്പെട്ടവരുടെയൊക്കെ മേലിലുള്ളതായിരിക്കുന്ന ഒരു അധികാരവും ഒരു ആവേശവും, ഒരു കാര്യം പറഞ്ഞാൽ അവർ അനുസരിക്കുന്നവരാണെന്നുള്ളതായ ഉത്തമ ബോധ്യവും ഞങ്ങളിൽ ഉള്ളത് കൊണ്ടാണല്ലോ അത് ഞങ്ങളോട് പറയുന്നത്. വളരെയധികം സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധം ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്നതായിരിക്കുന്ന ഒരു സ്വാലിഹായിരിക്കുന്ന അമലായി തന്നെ അള്ളാഹു സ്വീകരിച്ച് രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാർക്ക് അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നൽകി ഈ സംഘത്തെയും നമ്മളെല്ലാവരെയും നയിക്കാനുള്ളതായിരിക്കുന്ന ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഇപ്പം ഞാൻ എന്തേ പറഞ്ഞത്, ഈ വദുവിനെ ഒരു അരമണിക്കൂർ നേരം ഈ ഉസ്താദിന് മുമ്പിൽ നിങ്ങളൊന്നിരിക്കണം. ആ വണ്ടൂർ ഉസ്താദ് പറഞ്ഞതായ ആ വദുവിൻ്റെ പൂർണ്ണമായ രൂപം ഉസ്താദ് ഒന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം. ആ വായിൽ നിന്ന് വരുന്നതായ മുത്തുമണികളെ നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവില്ല. ഇതെന്തിനുള്ളതാണ്? ചെയ്യാനുള്ളതല്ലേ ഈ പഠിക്കുന്നത്? ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി വിടാനുള്ളതാണോ നമ്മൾ ഈ പഠിക്കുന്ന ഇൽമ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമുക്ക് അവർ പഠിപ്പിച്ചത് നമ്മൾ പ്രവർത്തിക്കാനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് പഠിക്കുന്നതൊന്നും പ്രവർത്തിക്കാത്തതായ ആലിമീങ്ങൾ. ഇമാം ഗസാലിയാണ്, ഞാനല്ല എന്നെ കുറ്റം പറയുന്നത്. അങ്ങേയറ്റം അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എല്ലാം പഠിക്കും, പക്ഷെ ഒന്നും ചെയ്യൂല, ഒന്നും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കൂല. എന്തിനു പഠിക്കുന്നു പിന്നെ? അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. നിങ്ങൾ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകണം. പൂർണ്ണമായ ഒന്നു നിങ്ങൾ പഠിക്കണം. മറ്റെന്തെല്ലാം സുന്നത്തുകൾ അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ പ്രവർത്തിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, പള്ളികളിലേക്ക് നടന്നതിൻ്റെ കാൽപാദങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഏറ്റവും ഉത്തമമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളാണ്. എന്താണ് നമ്മുടെ മനസ്സിലന്നേകം? അള്ളാഹുവിന്റെ സ്വഹാബാക്കൾ കച്ചവടക്കാര് പീടിക അടക്കുകയാ പതിവ്. കച്ചവടം നിർത്തിവെക്കും. എന്തെങ്കിലും സാമ്പത്തികമായ ബാധ്യതകൾ ആരോടെങ്കിലും തമ്മിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് വീട്ടും. പരിശുദ്ധ റമദാനാകുന്നതിന്റെ മുമ്പായിട്ട് ഒരു ബാധ്യതയും അവർ അവശേഷിപ്പിക്കുകയില്ല. കാരണം റമദാനിനെ സ്വീകരിക്കാൻ അവർ ഒരുങ്ങുകയാ. റമദാനിനെ സ്വീകരിക്കാൻ ഒരു മാസത്തെ ഒരുങ്ങും സ്വഹാബാക്കള്. ഒരു മാസത്തെ ഒരുക്കം. ആ ഒരു മാസത്തെ ഒരുക്കം ഒരുങ്ങിയിട്ട് ഇന്ന് നമുക്ക് അറേബ്യയിലൊക്കെ പോയി നോക്കിയാൽ അവിടെ എത്രയോ സമ്പന്നന്മാർ കാണാം.
ഒരൊറ്റ മുസല്ലങ്ങട്ട് വിരിക്കല. റമദാനിൻ്റെ ഒന്നാമത്തെ പകലിൽ തന്നെ എത്തിയിട്ട് മുസല്ലങ്ങട്ട് വിരിച്ചാ റമദാൻ കഴിഞ്ഞിട്ടേ മുസല്ല എടുക്കൂ. ഇങ്ങനെയുള്ള ആളുകളെ വലിയ വലിയ സമ്പന്നന്മാരെ നമുക്ക് അവിടെ വെച്ച് കാണാൻ കഴിയും. ആരും കുറച്ചിലുള്ളതല്ല. എത്രയെങ്കിലും ഹാദിമീങ്ങൾ ആ വായിൽ നിന്ന് വരുന്നതിന് ഖിദ്മത്തെടുക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ളതായിരിക്കുന്ന വലിയ സമ്പന്നന്മാരെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലേക്ക് നിങ്ങൾ നടത്തം വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ കാൽപാദത്തിൻ്റെ എണ്ണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഉദ്ഘാടനത്തെ സ്വീകരിക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത്രകാലം നിങ്ങൾ ഇരുന്നിട്ടില്ലെങ്കിൽ ഇനി ഇഴ്തികാഫിരിക്കണം. ഇത്രകാലം നിങ്ങൾ ഏതെങ്കിലും ജമാഅത്ത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇനി ഉണ്ടാവാൻ പാടില്ല. ഇത്രകാലം നിങ്ങൾക്ക് ഇതിലെ ഹൗദിൻ്റെ, ഇതിലെ വെള്ളത്തിൻ്റെ, ഇതിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് വേണം. കണ്ടോ, രണ്ട് കാര്യങ്ങളുണ്ടായ എൻ്റെ മനസ്സിന് വലിയ സന്തോഷമാണെന്ന രണ്ട് കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമാണെന്ന് കവി പറഞ്ഞു. ഒന്ന്, നിറഞ്ഞു നിൽക്കുന്ന ഹൗദ്. ഒരു പള്ളിയിൽ രണ്ട് കാര്യം ഉണ്ടായാൽ എനിക്ക് വലിയ സന്തോഷ. ഒന്ന്, നിറഞ്ഞു നിൽക്കുന്ന ഹൗദ്. രണ്ട്, അണക്കാത്ത വിളക്കുകൾ. ഏത് സമയത്തും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ അവിടെ ആളുണ്ട്. അവിടുത്തെ വിളക്കുകൾ അണയാറില്ല. അവിടുത്തെ ഹൗദിൽ വെള്ളം വറ്റാറില്ല. എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്താൻ അവിടെ ആളുള്ളത് കൊണ്ടാണത്. അത് ഉപയോഗപ്പെടുത്താൻ ഈ പ്രദേശവാസികൾ ഇനി അലംഭാവം കാണിച്ചുകൂടാ. കസ്റത്തുൽ ഖുത്വാഇലൽ മസാജിദി, പള്ളികളിലേക്ക് നടന്നതിന്റെ കാൽപാദത്തിന്റെ എണ്ണം നിങ്ങൾ വർദ്ധിപ്പിച്ചോ, പാപം അങ്ങനെ തന്നെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. വന്തിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടിയും വീണ്ടും അവിടെ തന്നെ കാത്തിരിക്കുക. ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ പോകുന്ന പരിപാടിയല്ല. അസ്ർ നമസ്കാരത്തിനും കൂടി അവിടെ കാത്തിരിക്കുകയാ. അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ പോകുന്ന പരിപാടിയല്ല. മഗ്രിബ് നമസ്കാരത്തിനും കൂടി അവിടെ കാത്തിരിക്കുക. ആ ജമാഅത്ത് കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇനി ഞാൻ വീട്ടിലേക്ക് പോയാൽ ഞാൻ നോമ്പ് തുറന്ന് വരുമ്പോഴത്തേക്കും ജമാഅത്ത് തീരും. എനിക്ക് ജമാഅത്ത് കിട്ടുകയില്ല. ഈ ബോധം വേണം. പിന്നെ ഇശാക്കോ അത് തന്നെ. ജമാഅത്ത് മുടക്കിയിട്ടുള്ളൊരു പരിപാടി ഇനി ഇല്ല എന്നൊരു ദൃഢനിശ്ചയം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ സാന്നിധ്യം എപ്പോഴും പള്ളിയിലാണ്. ഇവിടെ പല ഹദീസുകളും മോദിയല്ലോ. ഒരാളുടെ ഹൃദയം പള്ളി എന്നുള്ളതായ ചിന്തയിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ അർശിൻ്റെ നിഴലാണ് ആ വ്യക്തിക്ക്. ഇതിൽ ചെറുപ്പക്കാരെന്നോ വലിപ്പക്കാരെന്നോ കുട്ടികളെന്നുള്ള വ്യത്യാസമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. വറജുലുൻ പറഞ്ഞില്ലേ, ആർക്കാ അർശിന്റെ നിഴല് കിട്ടുന്ന 7 വിഭാഗം? അള്ളാഹുവിന്റെ നിഴലല്ലാതെ കണ്ട്, അർശിന്റെ നിഴലല്ലാതെ കണ്ട് ഒരു നിഴലുമില്ലാത്ത, നമുക്കറിയാം, ഒരു ചാൺ മുകളിൽ എത്രയോ കോടിക്കണക്കിന് ദൂരം സൂര്യൻ നിന്നിട്ട് അത് സഹിക്കാൻ വയ്യായിട്ടാണ് ഇപ്പൊ നമ്മൾ 8 AC ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സാധനം കണ്ട് ഇറങ്ങി വരുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ പോയിട്ട് നിൽക്കണം. വർഷങ്ങൾ അതിന് എത്രയെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ആ കൊല്ലങ്ങൾ ചുരുങ്ങിയതൊരു 40,000 കൊല്ലം കൂട്ടിക്കോ. 40 സന, ഒരു 40,000 കൊല്ലം. ആ 40,000 കൊല്ലത്തിൽ ഒരു നിമിഷം നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ആ സമയത്ത് ഇല്ലാതില്ലുഹു, അള്ളാഹുവിന്റെ അർശിന്റെ നിഴലല്ലാതെ കണ്ടൊരു മറ്റൊരു നിഴലുമില്ല. ആ നിഴൽ ലഭിക്കുന്നവർ 7 വിഭാഗം എന്ന് വെച്ചാൽ 7 തരം അമൽ ചെയ്തവരാണ്. അതിൽപ്പെട്ട ഒരാളാണ് പള്ളി എന്ന ചിന്തയിൽ ജീവിച്ചവൻ, യുവത്വം ദീനിനു വേണ്ടി ചെലവഴിച്ചവൻ. അവർക്ക് ആ സന്തോഷകരമായിരിക്കുന്ന തണൽ അവിടെയുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ മുന്നോട്ട് വരണം. ഇത് അള്ളാഹു റസൂലിന്റെ സ്വഹാബത്തിന് വേണ്ടിയുള്ള വാഗ്ദാനമല്ല. എന്റെ സ്വഹാബത്താണ് അർശിന്റെ നിഴൽ കിട്ടുന്നവരെന്ന് റസൂല് പറഞ്ഞു. എന്നാൽ നമ്മളൊന്നും അമൽ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വരുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അബൂബക്കർ സിദ്ദീഖിനെ അല്ലെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും അവരെ ആരെയും വിളിച്ചിട്ട് ഇവരൊക്കെ അള്ളാഹുവിന്റെ അർശിന്റെ നിഴലിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാവർക്കും ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നതായ മുഴുവൻ സത്യവിശ്വാസിക്കും അവകാശപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അർശിന്റെ നിഴൽ. 7 ഏതിലെങ്കിലും ഒന്നിന് പെട്ടാൽ മതി. അത് നേടിയെടുക്കാൻ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്, ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ പള്ളി ഇന്ന് ഈ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണം.
അത് ഉപയോഗപ്പെടുത്താതെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അല്ലാഹു തആലാന്റെ ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ കുറച്ച് ആയത്തുകൾ. അയഹ്സബു അല്ലം യറഹു അഹദ് അലം യഅലം ബി അന്നല്ലാഹ യറാ അയഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജുവാഹും. പള്ളിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ എന്തേന്ന് കാണാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ പല കാര്യവും അവൻ പറയും. ഇതൊക്കെ പടച്ചോന് കാണാവുന്നതാണ്, അവൻ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. അയഹ്സബൂന, അവർ വിചാരിക്കുന്നുണ്ടോ, അന്നാ ലാ നസ്മഉ, ഞാൻ കേൾക്കുന്നില്ലെന്ന്. സിർറഹും വനജുവാഹും, അവരുടെ രഹസ്യങ്ങളും അവരുടെ സന്തോഷ വാർത്തകള്, അവരുടെ രഹസ്യ വർത്തമാനങ്ങള് ഞാൻ അറിയുന്നില്ല എന്നാണോ ഇവർ മനസ്സിലാക്കുന്നത്? അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹു കാണുന്നില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് സർവ്വ കിതാബിന്റെയും തുടക്കത്തിൽ തന്നെ കാണാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തിരുമേനിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന ഒരു ഹദീസിന്റെ എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും അറിയാം. ഞാനതിലേക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ഉണ്ട് ആ അവസാനത്തെ ഒരു ചോദ്യം, അവസാനത്തെ നബിയോടുള്ള ചോദ്യം. എന്താണ് ആ ചോദ്യം? എങ്ങനെയാണ് ആ ഇബാദത്ത് ചെയ്യുന്നതാണ് ഇഹ്സാൻ? മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നീ ഇബാദത്ത് ചെയ്യണം, നീ ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. കഅന്നക തറാ, അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാ, നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം. അവൻ നിന്നെ കാണുന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രജകളുടെ സൂക്ഷ്മമായിരിക്കുന്ന ജീവിത രീതി അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രച്ഛന്ന വേഷനായി ഇറങ്ങി രാജ്യത്തുകൂടെ ഊടുവഴികളിലൂടെ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് തൻ്റെ ഭരണകാലത്ത്. എല്ലാവരെ പോലെ ഉറങ്ങുന്ന ആളല്ല അദ്ദേഹം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങും. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഊരു ചുറ്റും. ഏതെങ്കിലും വീടുകളിൽ നിന്ന് അസമയത്ത് സംസാരം കേൾക്കുന്നുണ്ടോ, വിളക്ക് കത്തുന്നുണ്ടോ, പട്ടിണിക്കാരുണ്ടോ, പ്രയാസക്കാരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം ഊരു ചുറ്റി നടക്കുന്ന അവസരത്തിൽ അതാ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മയും മകളും സംസാരിക്കുന്ന അദ്ദേഹം കേൾക്കുകയാ. അദ്ദേഹം കുറെ കൂടി അടുത്തേക്ക് ചെന്നു. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. കേൾക്കുന്നത് ഇതാണ്: ഉമ്മ പറയുന്നു മകളോട് പാല് കറന്ന് കൊണ്ടുവന്ന് വെച്ചതായിരിക്കുന്ന സമയമാണ്. ഉമ്മ മകളോട് പറയുന്നു, കുറച്ച് വെള്ളം കൂടി ചേർത്തിയേക്കേ, എന്നെങ്കിലും നമുക്ക് കാശ് കൂടുതൽ കിട്ടുള്ളൂ മോളെ. മകള് പറയുന്നു, പാടില്ല ഉമ്മ, ഇപ്പോഴത്തെ ഖലീഫ ഉമറിന് പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളം ചേർത്തുകൊണ്ട് പാല് വെക്കരുത്, അത് മഹാപാപമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേർക്കൂല എന്നും മകൾ ഉമ്മയോട് പറയുന്നു. ഉമ്മ പറയുന്നു, അല്ല ഇപ്പൊ ഉമറേറ്റപ്പത് കാണുന്നുണ്ടോ? ഉമർ ഇത് കാണുന്നൊന്നുമില്ലല്ലോ, നീ അങ്ങ് ചേർത്തിയേക്ക്. അപ്പൊ മകള് വീണ്ടും പറയുന്നു, ഉമർ കാണണ്ട, ഉമറിന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, ഉമറിന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, ഉമ്മ ഞാൻ ചേർക്കൂല. ഇത് കേട്ടുകൊണ്ട് മഹാനായിരിക്കുന്ന ഉമർ എന്നവർ പുറത്ത് നിൽക്കുകയാ, മുറ്റത്ത് നിൽക്കുകയാ. അദ്ദേഹം ഒരു അക്ഷരം മുണ്ടിയില്ല, അവരെ അറിയിച്ചില്ല. വീടൊക്കെ അദ്ദേഹം ഒന്ന് നോട്ട് ചെയ്തു. നോട്ട് ചെയ്തിട്ട് പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ മകൻ ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ ഒരു ഉമ്മയും മകളുമുണ്ട്, ആ മകളെ തനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. ആ മകളെ തനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടണം, നീ അവിടെ പോയിട്ട് വിവാഹാലോചന നടത്തണം. ആ ആസിം റളിയല്ലാഹു തആല അൻഹു കെട്ടിയതായിരിക്കുന്ന ആ ഉമ്മയുടെ മകളാണ് ഖുലഫാഉർ റാഷിദുകളുടെ 5ാമത്തെ ഖലീഫ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വല്യുമ്മ. മനസ്സിലാക്കണം നിങ്ങൾ, അതാണ് ആ രക്തം, അതാണ് ആ രക്തം. അദ്ദേഹം 5ാം ഖലീഫയുടെ സ്ഥാനത്തെത്തിയത് വെറുതെയല്ല, ആ വന്ന പാരമ്പര്യം, ആ രക്തം അതാണ്. ആലോചിക്കണം നിങ്ങൾ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു മരുഭൂമിയിൽ കൂടി ഇങ്ങനെ പരിവാര സമേതം നടന്നു പോവുകയാ. അവർക്ക് അങ്ങനെ ഒരു പണിയുണ്ട്, നടന്നിങ്ങനെ പോവുകയാ. നടന്നു പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തിരി ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അവരെല്ലാവരും അവിടെ ഇരുന്നപ്പോഴേ അപ്പുറത്തുണ്ടൊരു ആട് മേയ്ക്കുന്നതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു അടിമ. ആ അടിമയെ വിളിച്ചു, പാടോ, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, നല്ല മരുഭൂമി, അവിടെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലമായി, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ അടിമ പറഞ്ഞു, എനിക്ക് നോമ്പാ,
ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ഭക്ഷണം വേണ്ട. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, ഈ സമയത്ത് ഈ മരുഭൂമിയിൽ നീ നോമ്പ് പിടിക്കേ? എന്താ ഇത് കാലാവസ്ഥ? എന്താണ് ഈ പ്രദേശത്തിന്റെ വരണ്ട അവസ്ഥ? ഇവിടെ വെള്ളമില്ല, നിനക്ക് ദാഹിക്കൂലേ? ഈ ആടുകളെ മേക്കിക്കൊണ്ട് ജീവിക്കുന്ന അവസരത്തിൽ നിനക്ക് ദാഹിക്കൂലേ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഇതിൻ്റെ ഒന്നും അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, എൻ്റെ ബോധം അതാണ്, ഞാൻ നോമ്പ് മുറിക്കാൻ ഇപ്പോൾ തയ്യാറല്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അയാളെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, നിന്റെ ഒരു ആടിനെ എനിക്ക് വിൽക്കാമോ? എന്നാൽ നിനക്ക് ഞാൻ തരുന്നതായ അതിൻ്റെ വില കൊണ്ട് സുഖമായിട്ട് നിനക്ക് നോമ്പ് തുറക്കാനുള്ളതായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. മുതലാളി ചോദിച്ചെങ്കിൽ ഒരു ആടിനെ ചെന്നായ പിടിച്ചു എന്നങ്ങൾ പറഞ്ഞാൽ പോരെ? നോക്കാൻ ഏൽപ്പിച്ച ഒരാടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? ഒരു കള്ളങ്ങ് പറഞ്ഞാൽ പോരെ? ഒരാടങ്ങ് വിൽക്ക്, ഞാൻ അതിൻ്റെ വില തരാൻ, നിനക്ക് സുഭിക്ഷമായിട്ട് എനിക്ക് ആഹാരം വാങ്ങി കഴിക്കാം. അയാൾ പറഞ്ഞു, എൻ്റെ മുതലാളിനെ പറ്റിച്ചിട്ടുള്ള പരിപാടിയില്ല. മുതലാളിയല്ല, മുതലാളിയുടെ വേറൊരു മുതലാളി എൻ്റെ പ്രവൃത്തിയെ കാണുന്നുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ മുതലാളിയുടെ റബ്ബ് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ എന്ന് ഇബ്നു ഉമറിനെ ഗുണദോഷിക്കുന്നതായിരുന്നു അടിമ. ഇബ്നു ഉമർ വീട്ടിലേക്ക് പോയതിൻ്റെ ശേഷം ഇതിൻ്റെ മുതലാളിയെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആ അടിമയെയും ആ അടിമ നോക്കുന്ന ആടുകളെയും എനിക്ക് വിലക്ക് തരണം, എന്താണ് തരേണ്ട വില? മുതലാളി വില പറഞ്ഞു. മുതലാളിയുടെ അടുത്തുനിന്ന് ആ അടിമയെയും ആ അടിമ പോറ്റിയുണ്ടാക്കുന്ന ആടുകളെയും അദ്ദേഹം വിലക്ക് വാങ്ങി. അടിമയെ അപ്പോഴത്തന്നെ അദ്ദേഹം എത്തുക്ക് ചൊല്ലുകയും ആ ആടുകളെ അടിമക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതാണ് സ്വഹാബാക്കളുടെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ബന്ധത്തിന്റെയും ഭയത്തിന്റെയും തോത്. ഇവിടത്തേക്ക് അങ്ങോട്ട് ഉയരണം. നമ്മുടെ സ്കെയിൽ നമ്മളൊന്ന് എടുത്തു നോക്കണം. നമ്മളിന്ന് ആരൊക്കെയാ പറ്റിക്കാനുള്ള മനോഭാവം എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇല്ലാത്തത്? ഏതെല്ലാം മേഖലയിൽ ഞാൻ ആരെയും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ സമയം നിങ്ങളെ മാനസികമായി മുഷിപ്പിക്കുന്നില്ല. പറയാൻ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉദാഹരണങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. നടക്കുന്ന കാര്യങ്ങളൊരു അധ്യാപകൻ എന്നുള്ള നിലയിലും ലോകത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ മനസ്സിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില മാനസികതയുണ്ടാക്കും, ചില വിഷമങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ നബിയിൽ നിന്ന് പഠിച്ച അള്ളാഹുമായുള്ളതായ ബന്ധം ഇതാണ്. അവർക്ക് അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നില്ലേ, അള്ളാഹു നിന്നെ കാണുന്നില്ലേ എന്ന ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ നേരത്തെ ഉച്ചക്കൊരു സൂചന ഇവിടെ ഖുതുബ ജുമയുടെ ശേഷം സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ നന്ദി പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരും. പള്ളിയുടെ മനോഹാരിത കണ്ടുകൊണ്ട് പൗറ് പറഞ്ഞാൽ പറ്റൂല. അത് പഹർ പറയാനുള്ളതല്ല, അത് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ ലയിക്കാനുള്ളതാ. ഈ സുഖങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശിഷ്ട ജീവിതം നന്നാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ പാപമോചനം ചെയ്യേണ്ടതുണ്ട്. ശിഷ്ടജീവിതം ഇതിനനുസൃതമായിട്ട് നിങ്ങൾ പാനമേങ്കൂർക്കാർ അല്ലെങ്കിൽ ആളെടുക്ക മഹല്ല് കമ്മിറ്റിക്കാർ, പ്രദേശത്തുകാർ, ഈ പള്ളിയെ പോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ 7ാമത്തെ ആകാശത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾ തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളായിരിക്കണം ഇനിമേൽ. നിങ്ങളുടെ പള്ളി ഇപ്പോൾ 7ാം ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരേ ഒരു വിളക്ക് ഈ പള്ളിയാ, അല്ലെങ്കിൽ ഇതുപോലുള്ളതായ പള്ളികളാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനമാണ്. പള്ളികളെയാണ് ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത്. അതൊരു വിളക്ക് മാടങ്ങളാണ്, വിളക്ക് ഗോപുരങ്ങളാണ്. ആ പള്ളിയെ ഈ രൂപത്തിലേക്ക് ആക്കിയ നിങ്ങളുടെ ഹൃദയം ഇതുപോലെ തിളങ്ങുന്നതായിരിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ അഭിമാനത്തോടു കൂടി വരണം. അതിനുള്ളതായ ഏറ്റവും നല്ല അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിട്ടുള്ളത് എന്ന് മാത്രം ഈ അവസരം പ്രമാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയാമല്ലോ ഒട്ടേറെ കഥകളുണ്ട് ഹദീസിന്റെ കിതാബുകളിൽ. സമയത്തിന്റെ ലഭ്യത കുറവ് കാരണം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ധീരത അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന്റെ ശേഷമുള്ളതായിരിക്കുന്ന അറ്റമില്ലാത്തൊരു ജീവിതമുണ്ട്. അത് ഭാസുരമാക്കുവാൻ വേണ്ടി, അത് സമ്പന്നമാക്കുവാൻ വേണ്ടി ദേഹം കൊണ്ടും ധനം കൊണ്ടും സർവ്വ അവയവങ്ങളെ കൊണ്ടും ആരാണോ പരിശ്രമിക്കുന്നതെങ്കിൽ അവനെയാണ് വാഴ്ത്തപ്പെടേണ്ടവൻ, അവരാണ് വാഴ്ത്തപ്പെടേണ്ടത്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതേസമയം ദേഹേച്ഛക്ക് പുറകിൽ ജീവിച്ചിട്ട് കൊതികൾ മാത്രം അവശേഷിപ്പിക്കൊണ്ട് ജീവിച്ചിട്ട് ആ കൊതികൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരും എന്ന മോഹത്തോടു കൂടി ജീവിക്കുവാനല്ല നമ്മളെ അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ
ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ ഭവനത്തെ ഇത്ര മനോഹരമായി ഇത്ര അതിഭംഗിയായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണോ ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രവർത്തിച്ചതെങ്കിൽ അവരെല്ലാവരെയും ഞാൻ അള്ളാഹുവിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അതിനുള്ളതായ മഹത്തായ പ്രതിഫലം അവർക്ക് ഈ ലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന അസാധ്യതത്തെല്ലാം ഇത് ഖബറിൽ കിടന്ന് കാണുന്നുണ്ടാവും. അവരുടെ ആ സന്തോഷത്തിൻ്റെ പിറകിൽ ഒന്നായിട്ട് ഒരൊറ്റ സംഘമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ഭാഗ്യം, ഈ ഒരു നന്മ, ഈ ഒരു സ്വാലിഹായിരിക്കുന്ന അമൽ അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അള്ളാഹു തആല സന്തോഷിപ്പിക്കും മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.